ഇപ്പോൾ വൈകുന്നേരം 3 മണി സമയം റെഡ് ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റെഡ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന ഏരിയയിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് ഒന്നും ആവശ്യമില്ല. ഇത് റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടത്തേക്ക് നമുക്ക് നേരെ കയറിയിട്ട് ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുക്കാനും ഒക്കെ വരാവുന്ന സ്ഥിതിയിലാണുള്ളത്. ഒരുപാട് ജനങ്ങളെ ഇവിടെ കാണാൻ പറ്റും. എല്ലാവരും ഫോട്ടോ എടുക്കാനും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ടിക്കറ്റ് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ വരാൻ നമുക്ക് ടിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതിനോട് ചാരിയിട്ട് നമ്മൾ നേരെ എൻട്രൻസിൽ കയറി വരുമ്പോൾ ഇടത് ഭാഗത്തായിട്ടാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് 30 രൂപ കൊടുത്ത് നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്കുള്ള പ്രവേശനം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പോയിൻ്റ് ഉണ്ട്. അവിടെ 2 രൂപയാണ് ടോക്കണ്. അത് അവർ 10 രൂപയ്ക്ക് ചിലപ്പോൾ വാങ്ങിക്കാറുമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറാൻ സാധിക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ബാഗ് ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് അവർ പൈസ വാങ്ങാം. അപ്പോൾ ചിലപ്പോൾ അവർ 5, 10, ചിലപ്പോൾ 20 അങ്ങനെയൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ 2 രൂപയാണ് ശരിക്കും അതിൽ എഴുതിയിട്ടുള്ളത്, അത് മാത്രം കൊടുത്താൽ മതി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടകളിൽ ഒന്നാണ് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. 2007 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. ഇത് മുഗൾ ചക്രവർത്തിയായിട്ടുള്ള നമ്മുടെ താജ്മഹലെല്ലാം നിർമ്മിച്ചിട്ടുള്ള ഷാജഹാനാണ് പണിതിട്ടുള്ളത്. 1638 മുതൽ 48 വരെ സമയമെടുത്താണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നിർമ്മാണ ഉദ്ദേശം എന്ന് പറയുന്നത് ഡൽഹിയെ മുഗൾ രാജാവിൻ്റെ ആസ്ഥാനമാക്കുക, അതായത് മുഗൾ ഭരണ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെഡ് ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. വിശാലമായിട്ടുള്ള റെഡ് ഫോർട്ടിൻ്റെ കോമ്പൗണ്ടിൽ ഇന്ന് മനോഹരമായിട്ട് പരിപാലിച്ചു പോരുന്ന ഒന്നാണ് ദിവാനെ ആം എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് ദിവാനെ ആം. രാജാവ് പൊതുജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ഒരിടമാണിത്. 40 തൂണുകളോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതി തന്നെയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് വെണ്ണക്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള രാജാവിൻ്റെ ഇരിപ്പിടവും അതുപോലെ തന്നെ രാജാവിൻ്റെ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടവും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വന്നിട്ടാണ് പൊതുജനങ്ങളും രാജാവും തമ്മിൽ സംവദിച്ചിരുന്നു. രാജാവ് ഉന്നതരായിട്ടുള്ള പ്രഭുക്കളുമായിട്ടെല്ലാം കൂടിക്കാഴ്ച നടത്തിയിരുന്ന മറ്റു പ്രധാനപ്പെട്ട ഒന്നാണ് ദിവാനെ ഖാസ് എന്ന് പറയുന്നത്. നമ്മൾ ആ നേരെ കാണുന്ന ആ ഛത്രിയൊക്കെ ഉള്ളതാണത്. അത് പൂർണ്ണമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് വെണ്ണക്കല്ലുകൾ കൊണ്ടാണ്. അതിൻ്റെ മേൽക്കൂരയിൽ 4 മൂലകളിലും ഛത്രികളുണ്ട്. ഇതിലാണ് വിഖ്യാതമായിട്ടുള്ള മയൂര സിംഹാസനമെല്ലാം ഉണ്ടായിരുന്നത്. അതിൻ്റെ ചുറ്റും വളരെ മനോഹരമായിട്ടുള്ള ഗാർഡൻ, ഇന്ന് ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു പാർക്ക് മാതിരി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ്. ഇന്ന് ഇതിൻ്റെ കോമ്പൗണ്ടുകളെല്ലാം തന്നെ നമുക്ക് കാണുന്നത്. വളരെയധികം ഒരുപാട് വലിയ വലിയ വൃക്ഷങ്ങൾ, അതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെണ്ണക്കല്ലിൽ തീർത്തിട്ടുള്ള തടങ്ങൾ, ഇരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റുമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ, ഫുഡ് കോർട്ടുകൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് ഇന്ന് ഈ റെഡ് ഫോർട്ട് മനോഹരപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് സഞ്ചാരികളായി വരുന്ന ആളുകൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരുപാട് ഗ്യാലറികളും അതുപോലെ തന്നെ മ്യൂസിയങ്ങളും എല്ലാം റെഡ് ഫോർട്ടിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കയറി വന്നിട്ടുള്ള ലാഹോരി ഗേറ്റ് മുതൽ, ലാഹോറിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ലാഹോരി ഗേറ്റ് എന്ന് പേരിട്ട് വിളിച്ചിട്ടുള്ള ആ ഗേറ്റ് മുതൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഫാൻസി ഐറ്റംസ് എല്ലാം വിൽക്കുന്ന ചത്ത ചൗക്ക് മുതൽ, മുംതാസ് മഹൽ മുതൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് റെഡ് ഫോർട്ടിൽ നമുക്ക് കാണാനും പഠിക്കാനുമുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഗാർഡനും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള ഇത് ഇന്ന് സഞ്ചാരികൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ വിശ്രമിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് ഇന്ന് ഡൽഹിയിൽ വരുന്നവർക്ക് റെഡ് ഫോർട്ട്. അതുകൊണ്ട് ഇവിടെ വരുന്നവർ കാണുക, ഒപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക.